എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ടും എളുപ്പത്തിലും തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരം വീഡിയോ ആണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വൈകിട്ട് നല്ല ചൂട് കട്ടൻ ചായയുടെ ഒപ്പം കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. കറി പോലും വേണ്ട ഇതൊന്ന് കഴിക്കാനായിട്ടും. വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ടും. അതുപോലെ വളരെ പഞ്ഞി പോലെ ഇരിക്കുന്നത് കൊണ്ട് നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങൾക്കും അമ്മമാർക്കും ഒക്കെ വളരെ ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കാനും സാധിക്കും. ഇതുവരെയും നിങ്ങൾ ഇതുപോലൊന്ന് തയ്യാറാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ കണ്ട് വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു പലഹാരത്തിന്റെ സ്വാദ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ അതൊന്ന് അറിയിക്കാനും മറക്കല്ലേ. നിങ്ങൾ ഓരോരുത്തരും തരുന്ന വാക്കുകളാണ് മറ്റുള്ള കൂട്ടുകാർക്ക് ഇതൊന്ന് ഉണ്ടാക്കി നോക്കാനുള്ള ഒരു പ്രചോദനം കൂടി ആകുന്നത്. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് പലഹാരം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് 2 കപ്പ് പച്ചരിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാനായിട്ട് ഇതുപോലെ 2 കപ്പ് പച്ചരിയാണ് ആവശ്യമായിട്ടുള്ളതും. ഇനി നമുക്ക് ഈ പച്ചരി ഒരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നല്ല പോലെ ഒന്ന് കഴുകിയെടുത്തിട്ട് കൂടെ വരാം. അങ്ങനെ നമ്മുടെ പച്ചരി നല്ലപോലെ കഴുകി ഒരു 3 മണിക്കൂർ നേരത്തേക്ക് നമുക്കിതൊന്ന് കുതിർത്താൻ വെച്ച് കൊടുക്കാം. 3 മണിക്കൂറിന് ശേഷം നല്ലപോലെ കുതിർന്ന് വന്നിട്ടുള്ള പച്ചരി നമുക്കൊന്ന് അരച്ചെടുക്കണം. ഈ ഒരു സമയത്ത് തന്നെ ഇതുപോലെ ഒരു അരമുറി നാളികേരം കൂടെ നമുക്ക് തിരുമിയെടുത്ത് വെക്കാം. ഇനി കുതിർത്തിയ പച്ചരി ഒരു മിക്സിയുടെ ജാറിലേക്ക് വാരിയിട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. പച്ചരി മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് പലഹാരത്തിന് ആവശ്യമായ ഉപ്പ് ചേർക്കാം. കൂടെ തന്നെ അരമുറി നാളികേരം തിരുമിയത് കൂടെ ചേർക്കാം. നാളികേരവും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 2 കപ്പ് കുതിർത്തിയ പച്ചരിക്ക് 1 കപ്പ് എന്ന അളവിൽ ചോറ് കൂടെ ചേർക്കണം. ചോറും ചേർത്ത് കഴിഞ്ഞാൽ 1 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നല്ല പോലെ തരിതരിപ്പായിട്ട് തന്നെ നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ മാവ് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്ത മാവ് ഒരു പാത്രത്തിലേക്ക് തന്നെ മാറ്റുവാണ്. കൂടെ തന്നെ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഇതുപോലെ ലൂസാക്കി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പലഹാരത്തിന്റെ മാവ് തയ്യാറാക്കുമ്പോൾ അല്പം ലൂസായിട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. മാവ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ 1/4 ടീസ്പൂൺ അളവിലും കുറച്ചായിട്ട് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മുടെ പലഹാരം നന്നായിട്ടൊന്ന് പൊങ്ങി വരാനും ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ്. അതിനുശേഷം നല്ലോണം തന്നെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോഴും നമ്മുടെ മാവ് ഇതേ ഒരു കൺസിസ്റ്റൻസിയിലാണ് ആയി വന്നിട്ടുള്ളത്. നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുള്ള മാവ് നമുക്കൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ വെജിറ്റബിൾ ഒക്കെ ഒന്ന് എടുത്ത് വെക്കാം. ഒരു സവാളയും 1 തക്കാളിയും 1 ക്യാരറ്റും കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ഈ ഒരു സമയത്ത് ചേർക്കാവുന്നതാണ്. അതിനുശേഷം ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാൻ ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1 സ്പൂൺ അളവില് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവില് കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകിപ്പോൾ നല്ലോണം പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾ ചേർക്കാം. കൂടെ തന്നെ 2-3 വരമുളക് കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു സമയത്ത് ഫുൾ ഫ്ലെയിം വെച്ച് കൊടുത്തിട്ട് വേണം പച്ചക്കറികൾ വഴറ്റിയെടുക്കാനായിട്ടും. 1 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ പച്ചക്കറികളൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിൽ നിന്നും ധാരാളം വെള്ളവും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് പച്ചക്കറികൾക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. പച്ചക്കറികൾ വഴറ്റിയെടുക്കുമ്പോൾ അതിന്റെ കളർ ഒന്നും നഷ്ടപ്പെടാതെ വേണം വഴറ്റിയെടുക്കാനായിട്ട്. പച്ചക്കറികൾ ഇപ്പോൾ വാടി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി വഴറ്റിയെടുത്തിട്ടുള്ള പച്ചക്കറികളെല്ലാം തന്നെയും നമ്മൾ നേരത്തെ മിക്സ് ചെയ്തിരിക്കുന്ന മാവിലേക്ക് ചേർത്ത് നല്ല പോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചുകൂടെ കൊടുക്കാം. മാവിലേക്ക് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞപ്പോഴും നമ്മുടെ ഈ ഒരു മാവിന്റെ കൺസിസ്റ്റൻസി ഇതേപോലെയാണ്. അങ്ങനെ നമ്മുടെ പലഹാരത്തിന്റെ മിക്സിംഗ് ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇതിനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരട്ടെ. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക് പാനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കൈവശമുള്ള ഏതു പാനും ഇതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി പാനിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചുറ്റിച്ചുകൂടെ കൊടുക്കാം. വെളിച്ചെണ്ണ അധികം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. അതിനുശേഷം അടുപ്പിലേക്ക് ഒരു പഴയ തട്ടം വെച്ച് കൊടുക്കാം. ഇനി ഇതിന്റെ മേലെയായിട്ടാണ് നമ്മൾ പാത്രം വെച്ച് കൊടുക്കുന്നത്. ഇനി പാനിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവ് കൂടെ ഒഴിച്ചു കൊടുക്കാം. മാവ് പാനിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ഫ്ലെയിം സിമ്മിൽ വെച്ച് കൊടുത്താണ് നമുക്ക് ഈ പലഹാരം വേവിച്ചെടുക്കേണ്ടത്. പലഹാരത്തിന്റെ അടിഭാഗം കരിഞ്ഞു പോവാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇതുപോലൊരു തട്ടം വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ മേലെയായിട്ട് കുറച്ചുകൂടെ വെജിറ്റബിൾ ഒക്കെ ചേർത്തതിന് ശേഷം അടപ്പ് മൂടി വെച്ച് തന്നെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ ഒരു പലഹാരം വെന്ത് കിട്ടാനായിട്ട് നമുക്കൊരു 30 മിനിറ്റ് ആണ് ആവശ്യമായിട്ടുള്ളത്. തട്ടം വെച്ച് കൊടുക്കാതെ വേവിച്ചെടുക്കുവാണെങ്കിൽ 20-25 മിനിറ്റ് കൊണ്ട് നമുക്ക് വേവിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഒരു 30 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ പലഹാരത്തിന്റെ മൂടി ഒന്ന് നമുക്ക് തുറന്ന് നോക്കാം. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ പലഹാരം നല്ല പോലെ തന്നെ പൊങ്ങിയൊക്കെ വീർത്ത് വന്നിട്ടുണ്ട്. പലഹാരത്തിന്റെ മേലെ നിന്ന് മൂടി മാറ്റി കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മൂടി നീക്കം ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ ആവി വെള്ളമെല്ലാം ഇതിലേക്ക് വീഴാൻ സാധ്യതയുണ്ട്. അതിനുശേഷം നമുക്കിതുപോലെ ഒന്ന് കുത്തിയും കൂടെ നോക്കാം. എല്ലാ
ഭാഗവും കുത്തി നോക്കിയപ്പോഴും നമ്മുടെ പലഹാരം ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രം താഴേക്ക് ഇറക്കി വെച്ചതിന് ശേഷം ഒന്ന് തണുത്തു വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ പലഹാരം തണുത്തു വന്നിട്ടുണ്ട്. ഇനി ഒരു സ്പാച്ചുല വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വിടിവിച്ചുകൂടെ കൊടുക്കാം. സ്പാച്ചുല വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടർത്തി നോക്കിയപ്പോഴും വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് അടർത്തിയെടുക്കാനും സാധിക്കുന്നുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇവിടെ വേവിച്ചെടുക്കാനും സാധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്കൊന്ന് മറിച്ചുകൂടെ കൊടുക്കാം. നമ്മുടെ വീടുകളിലെ നിത്യമുള്ള പച്ചരി വെച്ചിട്ട് ഇതുപോലൊരു സിമ്പിൾ പലഹാരം നിങ്ങൾ എല്ലാവരും വീടുകളിൽ തയ്യാറാക്കി നോക്കണേ. നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ടും. ഇതിന്റെ സൈഡായിട്ട് നമുക്ക് കറിയൊന്നും തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യവും വരുന്നില്ല. കണ്ടാൽ ഒരു കേക്ക് മോഡലാണെങ്കിൽ കഴിക്കാനായിട്ട് നല്ല സോഫ്റ്റ് ആണ്. ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഷുഗർ പേഷ്യൻസിനും ധൈര്യമായിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ പ്രയോജനകരമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടെങ്കിൽ എല്ലാവരും വീടുകളിൽ തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുവാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. നിങ്ങൾ ഓരോരുത്തരും എനിക്ക് തരുന്ന വാക്കുകളാണ് നമ്മുടെ വീഡിയോ മറ്റുള്ള കൂട്ടുകാരിലേക്ക് എത്തപ്പെടുന്നത്. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും സ്നേഹത്തിന്റെ ഭാഷയിൽ വീണ്ടും കാത്തിരിക്കുക.